ഹായ് ഫ്രണ്ട്സ്, ടൂറിട്ട് പോവാം. റോസ് എന്നെ പേര് റോസി എന്നെ വിളിക്കുക ഈ മിനി സ്റ്റോറിയിൽ. ഹാ റോസ് എന്താ ചെയ്യുക? ഡാഡ് റോസ് നീ പോയിട്ട് ഈ ഫോട്ടോ ഇത് കാണുന്നവനെ പോയി നന്നായിട്ട് നോക്കണം. ഡാഡി ഈ കുട്ടീനെ ഞാൻ നോക്കണ. അയ്യോ പറഞ്ഞേക്ക് ഈ കുട്ടീനെ നീ നോക്കണം. റോസിനോട് പറയാ റോസി ശരി ഡാഡ്. എന്താ ചെയ്യ കുട്ടി? ഇല്ല ഡേ പഠിക്കുകയാണ്. ചെറിയ കുട്ടിയാണ്, അറിയില്ലേ? കാണുമ്പോൾ ഒരു ഡാഡ് ഇവനിക്ക് ചെറിയ കുട്ടിയാണെന്ന്. ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഇവനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. ശരി ഡാഡി, ഞാൻ നോക്കിക്കോളാം. ഡാഡ് എനിക്ക് കോളേജിലേക്ക് പോകണം. ശരിടി, എങ്ങനെയായിട്ട് കോളേജിലേക്ക് പോകണം. അങ്ങനെ റോസ് ഒരു പ്രൊഫസറാണ്. അങ്ങനെ കോളേജ് പ്രൊഫസറാണ്. അതെ, എൻ്റെ കോളേജിലാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ബോസ് എന്നോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ഒരു ഡാഡി ബിസിനസ് മാൻ ആയിരുന്നു. ജങ്കുക്കിനെ നോക്കിക്കോളാം, ഒരേ ഒരു മോനാണ്. അതുകൊണ്ട് നോക്കിക്കോളെന്ന് ഹീറോയിൻ ഡാഡിനോട് പറയായിരുന്നു. ശരി റോസ് പറഞ്ഞു, സമ്മതിച്ചു. അതിനോട് ജങ്കുക്കിനെ ഇങ്ങനെ കോളേജിൽ വന്ന് നോക്കുമ്പോൾ ജങ്കുക്ക് അതേ ക്ലാസ് പ്രൊഫസറെ. ജങ്കുക്ക് എന്താടാ ജമീൻ എന്ത് പറ്റി? ഇല്ലടാ, നമ്മളെ ക്ലാസ്സിൽ പുതിയ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ മേമ? അതെ വേറെ ഇപ്പം നമ്മൾ ഈ ക്ലാസ് ഫസ്റ്റ് ടൈമാണ്. സ്കൂളിൽ നമ്മൾ പഠിച്ചത് ഇതുവരെ. ഇപ്പം നമുക്ക് പുതിയ ക്ലാസ് ഈ ക്ലാസ്സിക്ക് വേറെ ക്ലാസ്സിലുണ്ടായി ടീച്ചർ ഈ ക്ലാസ്സിക്ക് ജോയിൻ ആയത്. അത് ഞാൻ ചെന്ന കേട്ടതായിരുന്നുടാ എന്ന് പറഞ്ഞു. ശരിടാ, കാണാൻ ഭംഗിയായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടടാ. പേര് റോസിയെന്ന് വിളിക്കുക. റോസിന് പേരാ. ചങ്കൊക്കെ ഭംഗിയായിട്ടുണ്ടോ ടീച്ചർ? അതെ ക്യൂട്ടായിട്ടുണ്ടോ? അങ്ങനെ പറയായിരുന്നു. ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ്. ടെറോസായി കോൾഡായിട്ട് മുറിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഗേൾസ് പേടിക്കായിരുന്നു. ജങ്കൊക്കെ അത് നോക്കി ഹീറോയിനെ നോക്കി ക്യൂട്ടായി സ്മൈൽ ചെയ്താണ്. ഹീറോയിൻ ഇവനാണ്. ശരി നോക്കിക്കോളാം. എന്നാൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. മാം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദ്യം കേട്ട് ജങ്കൊക്കെ ടോർച്ച് ചെയ്യാം. ഇവനൊക്കെ ഒരു പറഞ്ഞ് മനസ്സിലാകുന്നില്ല. ജങ്കോക്ക് എന്താ മാം? എനിക്ക് ഡൗട്ടേ വരുന്നത്. അതെ മാം, എനിക്ക് ഡൗട്ട് വരാം. മാം പറഞ്ഞില്ലായിരുന്നു ഡൗട്ടായിരുന്നു ചോദിച്ചോളാന്ന്. ശരി ജങ്കോക്ക്, എനിക്ക് ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കാം. നീ എൻ്റെ വീട്ടിലേക്ക് വാ. മാം ശരി എൻ്റെ ഡൗട്ട് ഞാൻ ഫുൾ ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞു. ശരി ഓക്കെ. ജങ്കുക്ക് ഹീറോയിൻ ഫുൾ ക്ലാസ് നന്നായിട്ട് പഠിപ്പിച്ച് കുറച്ച് ജങ്കുക്ക് മാത്സിൽ കുറച്ച് വീക്കാണ്. അങ്ങനെ ഹീറോയിൻ നന്നായിട്ട് പഠിപ്പിക്കാനും മാത്സ് ടീച്ചറാണ് ഹീറോയിൻ. അങ്ങനെ ക്ലാസ് നന്നായിട്ട് പഠിപ്പിക്കാനും ജങ്കുക്ക് ഓക്കെ എന്ന് നന്നായി ഹീറോയിൻ പഠിപ്പിച്ച് കൊടുത്ത് ജങ്കുക്ക് മനസ്സിലാവും. അങ്ങനെ നന്നായിട്ട് പഠിക്കാനും ജങ്കുക്ക്. മാം എന്താ മാം, നിങ്ങൾ സിംഗിളാണോ കമ്മിറ്റാണോ? എന്താ നിങ്ങൾ ചോദിക്കുക? ഇല്ല മാം, എല്ലാവർക്കും ബോയ് ഫ്രണ്ടും ഉണ്ട്. നിങ്ങൾ സിംഗിളാണോ കമ്മിറ്റാണോ? ഞാൻ സിംഗിളായ നിനക്കെന്തപ്പാ മോനെ? നീ പഠിക്കടാ. പഠിച്ചാൽ മാത്രം എനിക്ക് നല്ല ജോലി കിട്ടും. പിന്നെ എനിക്ക് നല്ല ജോലി കിട്ടുക ഇഷ്ടപ്പെട്ടവനെ കല്യാണം കഴിച്ചോളാം. എൻ്റെ കമ്പനിയെല്ലാം നോക്കാൻ പറ്റുമല്ലേ? അത് മാത്രമല്ലടാ, പഠിച്ച് നല്ല പേരെടുത്തിട്ട് മാംക്ക് നീ കല്യാണത്തിൽ വിളിക്കണം. മനസ്സിലായി? നല്ല പഠിച്ചിട്ട് മാം എൻ്റെ കല്യാണം ഞങ്ങൾക്ക് മനസ്സിലാക്കാം. കല്യാണത്തിൽ വിളിക്കുന്നതാ? കല്യാണത്തിൽ മാം കല്യാണത്തിൽ വന്നേ പറ്റും മാം. കല്യാണം മാമില്ലാതെ നടക്കില്ലല്ലേ എന്ന് ജങ്കുക്കും മനസ്സിലായി പറയായിരുന്നു. ശരി ഓക്കെ, നീ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ പറഞ്ഞുകൊണ്ട് ജങ്കുക്ക് വീട്ടിൽ പോയി ടെഡി ബെയറിനെ കെട്ടിപ്പിടിച്ച് ജങ്കുക്ക് കിടന്ന് ഉറങ്ങിയായിരുന്നു. ശരി ടെഡി ബെയർ, നീയും പറഞ്ഞു കേട്ടോ മാമിക്ക് കല്യാണം മാം പറഞ്ഞില്ലേ? ഞാനാരെ കല്യാണം കഴിക്കുന്നത്? ജങ്കുക്ക് സാഡായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ജങ്കുക്കിൻ്റെ അച്ഛനിക്ക് കുറച്ച് വില്ലന്മാരെല്ലാം വന്നു ടോർച്ച് ചെയ്യുന്നിരുന്നു. എൻ്റെ പണം മൊത്തം സ്വത്ത് എനിക്ക് തരണം. എല്ലാം ജങ്കുക്ക് പോലും മെറിട്ടായിരുന്നു. ഹീറോയിൻ്റെ ഡാഡിനോട് പറഞ്ഞു, പ്ലീസ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്ത് പറ്റി സർ? ഒന്നുമില്ലടാ, അത് പ്രശ്നമാണെന്ന് സാറ് നിൽക്കുക. ഹീറോയിൻ്റെ ഡാഡിയും ജങ്കുക്ക് ഡാഡി ഫ്രണ്ടാണ്. ഇപ്പോൾ ബോസ് മതിയാണ്. പറഞ്ഞു പ്രശ്നം ഇതാണ്, എന്ത് ചെയ്യാന്നത്. ഹീറോയിൻ്റെ ഡാഡി ഒരു പ്ലാൻ ചെയ്തു. ജങ്കുക്ക് ഡാഡിനെ പറഞ്ഞു. ജങ്കുക്ക് ഡാഡി ഓക്കെ എന്ന് പറഞ്ഞു. അതൊരു ജങ്കുക്ക് രണ്ടുപേരും ഒരേ വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ ക്യാരിങ് ആയിട്ട് നോക്കുക. ജങ്കുക്ക് നല്ല ഹീറോയിൻ നല്ല ക്യാരിങ് ആയിട്ട് നോക്കുക. ഇത് കണ്ട് ജങ്കുക്ക് ഡാഡിക്ക് ഒരു ആഗ്രഹം വന്നായിരുന്നു. ഇല്ലടാ, ഞാനൊരു കാര്യം പറയാം പ്ലീസ്, എൻ്റെ ആഗ്രഹം പ്ലീസ്. ജങ്കുക്ക് ഡാഡിക്ക് കുറച്ച് അസുഖമായിരുന്നു, കയ്യിലായിരുന്നു. പ്ലീസ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ലാസ്റ്റ് ഒരു ആഗ്രഹം വിഷ് നീ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യട്ടെ ജങ്കുക്ക് ഡാഡി.
ശരി ഓക്കെ എന്ന് പറഞ്ഞു. എൻ്റെ മകൻ നിൻ്റെ മോളെ മാരേജ് കഴിക്കട്ടെ. ഇത് കേട്ടൊരു ഹീറോയിൻ്റെ ഡാഡിക്ക് ഷോക്കായിരുന്നു. സാർ നിങ്ങൾ എൻ്റെ മകള് ഇവനിക്ക് വയസ്സൊക്കെ വലിയതാണ്, അതുകൊണ്ട് ജോലി ചെയ്യാൻ കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്താ ചെയ്യാം, പ്ലീസ് ചെയ്ത് പറ്റുമെന്ന് പറഞ്ഞു. ഇതാഗ്രഹം കാണുമ്പോൾ ഹീറോയിൻ ഡാഡി സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേർക്കും മാരേജ് നടന്നു. റോസിക്ക് ഷോക്കായിരുന്നു. ഡാഡ് അവന് കൊച്ചു കുട്ടിയാണ്, അതുകൊണ്ട് മാരേജ് കഴിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് റോസ് പറഞ്ഞായിരുന്നു. റോസ് പറയുന്നത് ഡാഡി അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ രണ്ടുപേർക്ക് മാരേജ് നടന്നു. ജങ്കുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹീറോയി കൂടെ. ഹീറോയി നീ പഠിച്ചോ എന്ന് പറഞ്ഞ് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ ജങ്കുക്കൊക്കെ. കാരണം ജങ്കുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. ജങ്കുക്ക് ഇപ്പോൾ സെക്കൻഡ് ഇയർക്ക് എത്തി. ജങ്കുക്ക് പഠിപ്പിക്കുന്നു. നന്നായിട്ട് പഠിച്ചോടാ, പഠിച്ച മതി നല്ല എത്തുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ജങ്കുക്കും ഹീറോയ്ക്കും മാരേജ് ആയിരുന്നു. പിന്നെ ക്ലാസ്സിൽ ഒരു പുതിയ പ്രൊഫസർ വന്നായിരുന്നു. കാണാൻ സുന്ദരനാണ്. ആ പ്രൊഫസർക്ക് ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. പ്രൊഫസർ ചോദിക്കായിരുന്നു, റോസ് എന്ത് പറ്റി സാർ? ആ പ്രൊഫസർ ഹീറോയിൻ മേലെ കണ്ണായിരുന്നു. റോസി എനിക്ക് ഞങ്ങളുടെ ഡേറ്റ് ചെയ്യാമോ? ഡേറ്റിങ്ങാ? സോറി സാർ, ഓൾറെഡി എനിക്ക് മാരേജായി. എന്ത് മാരേജായാ? അങ്ങനെ ചോദിച്ചായിരുന്നു. ആ സാർ കുറച്ച് കൺഫ്യൂസ് ആയി. എന്താ ആരും കൂടെ മാരേജ് ആയത്? അങ്ങനെ പിന്നെ പ്രിൻസിപ്പളോട് പോയിട്ട് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു നടന്ന കാര്യം. ഇവർക്ക് മാരേജായി ജങ്കുക്ക് കൂടെ. അങ്ങനെ ആ പ്രൊഫസർക്ക് ജങ്കുക്കിന് കാണുമ്പോൾ ഇഷ്ടമില്ല, ടെൻഷനാവുക. ഇവന് കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ടാൾ എങ്ങനെ പിരിക്കണമെന്ന് സാർ പ്രൊഫസർ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. ജാക്സൺ ആണ് പേര്. ജാക്സൺ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇവർ രണ്ടാൾ പിരിച്ച ഇവളെ എനിക്ക് കിട്ടും എന്ന് നിറയെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഡ്രിൻസിൽ ഒരു ടാബ്ലറ്റ് കിടക്കി. അത് ജാക്സൺ ഹീറോയ്ക്ക് കൊടുത്തായിരുന്നു. ഹീറോയിന് ഇങ്ങനെ ക്ലബ്ബുക്കായിരുന്നു പോയി. ജങ്കുക്ക് അറിഞ്ഞായിരുന്നു. ക്ലബ്ബ് ജങ്കുക്ക് വന്നായിരുന്നു. അങ്ങനെ അവിടെ ജങ്കുക്ക് പറഞ്ഞു ക്ലബ്ബ് മാറി പാർട്ടിയാണ് ബീച്ച് സൈഡ്. അവിടേക്ക് വന്ന് ജങ്കുക്ക് വന്ന് ഹീറോയിനെ പിടിച്ചോണ്ട് സാർക്ക് കോൾ വന്ന് തിരിഞ്ഞു നോക്കും. ഹീറോയിനെ കാണില്ല. ജങ്കുക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി കാർ ഡ്രൈവിങ് ചെയ്ത്